ഗുഡ് മോർണിംഗ് ഡിയർ ചിൽഡ്രൻ. നമ്മളിപ്പം സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? സ്വരചിഹ്നങ്ങൾ. ഏത് ചിഹ്നം വരെ പഠിച്ചു? നമ്മൾ സ്വരാക്ഷരങ്ങളിലെ ഔ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം വരെ പഠിച്ചു. ഇന്ന് നമുക്ക് ഔ കഴിഞ്ഞിട്ടുള്ള അടുത്ത രണ്ടക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങളെ അവസാനത്തെ രണ്ടക്ഷരങ്ങൾ. ഏതൊക്കെ അക്ഷരങ്ങളാ? അം, ആ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ അം, ആ, ഈ സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളാണ്. അപ്പോൾ നമുക്ക് പഠിക്കാം. ആദ്യമേ നമ്മൾ പഠിക്കുന്നത് അം എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ്. അപ്പം അമ്മിൻ്റെ ചിഹ്നം പഠിക്കുന്നതിന് മുമ്പായിട്ട് പഠിച്ച അത്രയും ചിഹ്നങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആ ദീർഘം, ഇ വള്ളി, ഈ കെട്ടുവള്ളി, ഉ ഉകാരം, ഊ കെട്ടുകാരം, ഋകാരം, എ പുള്ളി, ഏ കെട്ടുപുള്ളി, ഐ ഇരട്ടപ്പുള്ളി, ഓ പുള്ളിയും ദീർഘവും, ഓ കെട്ടുപുള്ളിയും ദീർഘവും, ഔ. കണ്ടോ ഔവിൻ്റെ ചിഹ്നം? അപ്പം നമ്മൾ ഇത്രയും ഔ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നം വരെ പഠിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് അം എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം പഠിക്കാം. കണ്ടോ എന്താ അക്ഷരത്തിൻ്റെ പേര്? അം. അം എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം കണ്ടോ? ചെറിയൊരു വട്ടം. ഈ ചിഹ്നത്തിന് പേരുണ്ട്. ചിഹ്നത്തിൻ്റെ പേരാണ് അനുസ്വാരം. എന്താ ചിഹ്നത്തിൻ്റെ പേര്? അനുസ്വാരം. അനുസ്വാരം ഏതക്ഷരത്തിൻ്റെ ചിഹ്നത്തിൻ്റെ പേര്? അം എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നത്തിൻ്റെ പേര്. അപ്പം നമുക്ക് എഴുതാൻ പഠിക്കാം. നല്ല എളുപ്പമല്ലേ എഴുതാനായിട്ട്? ചെറിയൊരു വട്ടം കണ്ടോ? ഇതാണ് അം എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നം. എന്താ ചിഹ്നത്തിൻ്റെ പേര്? അനുസ്വാരം. നമുക്ക് വ എന്ന വ്യഞ്ജനാക്ഷരത്തിന് ഈ ചിഹ്നം കൊടുത്ത് നോക്കാം. വ എന്ന വ്യഞ്ജനാക്ഷരം എഴുതി അത് കഴിഞ്ഞ് ചിഹ്നം കൂടെ ചേർത്ത് കഴിയുമ്പം ഇതെങ്ങനെ വായിക്കും? വം. ഓക്കെ, എന്താ ഏത് സ്വരം അവസാനം വരുന്നേ? അമ്മിൻ്റെ സ്വരം, വം. താ എന്ന അക്ഷരം എഴുതി, അല്ലെ താ എന്ന വ്യഞ്ജനാക്ഷരം എഴുതി ഈ ചിഹ്നം കൊടുത്തു കഴിയുമ്പം ഇതെങ്ങനെ വായിക്കും? തം. ഇനി രാ എന്ന അക്ഷരത്തിനാണെങ്കിലോ എങ്ങനെ വായിക്കും? രം. കായ്ക്കാണെങ്കിലോ കം. സായ്ക്കാണെങ്കിലോ സം. മനസ്സിലായോ? എൻ്റെ ചിഹ്നത്തിൻ്റെ പേര് അനുസ്വാരം. അനുസ്വാരം സ്വരാക്ഷരങ്ങളിലെ ഏതക്ഷരത്തിൻ്റെ ചിഹ്നമാ? അം എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം. നമുക്ക് ചില അക്ഷരങ്ങൾ കൂടി ചിഹ്നം ചേർത്ത് വായിക്കാം. മ, മം, വ, വം, ക, കം. എളുപ്പമല്ലേ വായിക്കാനായിട്ട്? ഒരാഴ്ച കൊണ്ട് വായിക്കാം. മ, മം, വ, വം, ക, കം. ഓക്കെ, അം എന്ന ചിഹ്നം അക്ഷരം കഴിഞ്ഞിട്ടാണ് വരുന്നത്. കണ്ടോ? അക്ഷരം ആദ്യമേ, അത് കഴിഞ്ഞിട്ടാണ് ചിഹ്നം എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി വാക്കുകൾ വായിക്കാം. പ, പ, ഡം, പപ്പടം. പറഞ്ഞേ, പ, പ, ഡം, പപ്പടം. ഇത് ഒന്നിച്ച് പറയണം. ഡം. ഒരാഴ്ച കൂടെ പറഞ്ഞേ, പ, പ, ഡം, പപ്പടം. അടുത്തത് ഇത് വായിക്കാവോ? ഇവിടെ നമ്മൾ കണ്ടു ട എന്ന അക്ഷരത്തിന് അമ്മിൻ്റെ ചിഹ്നം ചേർത്തപ്പോൾ നമ്മൾ ഇതെങ്ങനെ വായിച്ചത്? ടം. അപ്പോൾ ഇതെങ്ങനെയാണ് വായിക്കുന്നത്? നമ്മൾ പഠിച്ച അക്ഷരം. ഏതക്ഷരം ഇത്? വ, ഡം, വടം. ഒരാശവണ പറഞ്ഞേ, വ, ഡം, വടം. നമുക്ക് ഈ വാക്ക് വായിക്കാം. അ, പം, അപ്പം. പറഞ്ഞേ, അ, പം, അപ്പം. നോക്കി, ഏത് സ്വരം അവസാനം വരുന്നത്? പം. അമ്മിൻ്റെ സ്വരം അല്ലേ? അം എന്ന സ്വരാക്ഷരത്തിന് ചിഹ്നം ചേർത്ത് നമ്മൾ പഠിച്ച വാക്കുകൾ ഏതൊക്കെയാണ്? ഒരാശം കൂടെ പറഞ്ഞേ, പപ്പടം, വടം, അപ്പം. ഒരാശം കൂടെ പറഞ്ഞേ, പപ്പടം, വടം, അപ്പം. അം എന്ന ചിഹ്നം ചേർത്ത് നമുക്ക് കുറച്ച് വാക്കുകളോട് വായിക്കാം. വ, രാം, വരാം. നോക്കിയേ, ഇവിടെ ദീർഘമുള്ള രാ എന്ന അക്ഷരത്തിന് ദീർഘമുള്ളത് കൊണ്ട് നമ്മളത് നീട്ടി പറയണം. വ, രാം, വരാം. ഈ വാക്ക് വായിക്കാവോ? ഇത് ഏതക്ഷരമാ? മ. ഇത് രാ എന്ന അക്ഷരത്തിനാണ് അമ്മിൻ്റെ ചിഹ്നം ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഏതായി? രായുടെ സ്വരം മാറി ഏത് സ്വരം വരും? രം. അപ്പം എങ്ങനെ ഈ വാക്ക് വായിക്കുന്നേ? മ, രം, മരം. പറഞ്ഞേ, മ, രം, മരം. നമുക്ക് അടുത്ത വാക്ക് വായിക്കാം. ഇത് ഏതക്ഷരമാ? പ. ഇവിടെ ട എന്ന അക്ഷരത്തിനാണ് അമ്മിൻ്റെ ചിഹ്നം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയായി? ഇത് രം ആണെങ്കിൽ ഇതെങ്ങനെയാണ് വായിക്കുന്നത്? ടം. അപ്പോൾ ഇതെങ്ങനെയാണ് വായിക്കുന്നത്? പ, ഡം, പടം. നമുക്ക് ഈ വാക്ക് വായിക്കാം. മ, ല,
യാ നോക്കിയ യാ എന്ന അക്ഷരത്തിന് ദീർഘം വന്നേക്കുന്നതുകൊണ്ട് നമ്മളത് നീട്ടി പറയണം. മ ല യാ ളം മലയാളം. വായിച്ചേ, മ ല യാ ളം മലയാളം. ശ്രദ്ധിച്ചേ, എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നം ചേർത്ത് നമ്മളടിച്ച വാക്കുകൾ ഏതൊക്കെയാ? വരാം, മരം, പടം, മലയാളം. പുതിയ വാക്കുകൾ നിങ്ങൾ കണ്ടുപിടിക്കണം. കഥാപുസ്തകത്തിലും പത്രത്തിലും ഒക്കെ നോക്കിയിട്ട് പുതിയ വാക്കുകൾ നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചിഹ്നം ചേർത്ത് വായിക്കാം. ക കാ കി കീ കു കൂ കൃ കെ കേ കൈ കോ കോ കൗ കം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഏതക്ഷരത്തിൻ്റെ ചിഹ്നമായിരുന്നു? സ്വരാക്ഷരങ്ങൾ ഏതക്ഷരത്തിൻ്റെ ചിഹ്നമാണ്? എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം. അപ്പം കായ്ക്ക് അമ്മിൻ്റെ ചിഹ്നം വരുമ്പോൾ എങ്ങനെ വായിക്കും? കം. മാം നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരട്ടെ. ച എന്ന വ്യഞ്ജനാക്ഷരത്തിനും സ എന്ന വ്യഞ്ജനാക്ഷരത്തിനും നിങ്ങൾ ചിഹ്നം ചേർത്ത് സ്ലേറ്റിൽ എഴുതണം. എന്നിട്ട് പല പ്രാവശ്യം പറഞ്ഞ് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്വരാക്ഷരങ്ങളിലെ അവസാനത്തെ അക്ഷരം ഏതക്ഷരമാ? ആ എന്ന അക്ഷരം. ആ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം പഠിക്കാം. കണ്ടോ? 2 0, മുകളിലൊരു 0, അതിന് തൊട്ട് താഴെയും ഒരു 0. ഈ ചിഹ്നത്തിൻ്റെ പേര് വിസർഗം. എന്താ ചിഹ്നത്തിൻ്റെ പേര്? വിസർഗം. അപ്പോൾ നമുക്ക് ചിഹ്നം എഴുതാൻ പഠിക്കാം. ചെറിയൊരു വട്ടം, അതിന് തൊട്ട് താഴെ ചെറിയൊരു വട്ടം. കണ്ടോ? ഈ ചിഹ്നം ഏതക്ഷരത്തിൻ്റെയാ? സ്വരാക്ഷരം ഏതക്ഷരത്തിൻ്റെയാ? കണ്ടോ? ഈ അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. ഇതിൻ്റെ പേരെന്താ? വിസർഗം. എല്ലാവരും സ്ലേറ്റ് എടുത്തേ, നമുക്ക് സ്ലേറ്റിൽ എഴുതാം. ചെറിയൊരു വട്ടം, ഇതിന് തൊട്ട് താഴെ ചെറിയ. കണ്ടോ? എഴുതിയോ? ഈ ചിഹ്നം ചേർത്ത് അധികം വാക്കുകളൊന്നുമില്ല. ദുഃഖം, ദുഃഖം. ഇങ്ങനെ ഇത് വായിക്കുന്നേ, ദുഃഖം, ദുഃഖം. നോക്കിയേ, ഇത് നമ്മൾ പഠിച്ച ചിഹ്നമാണ്. ഇത് ഏതക്ഷരത്തിൻ്റെ ചിഹ്നമാണ്? എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം. ഉണ്ടോ? ദുഃഖം, വായിച്ചേ, ദുഃഖം, ദുഃഖം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചേ, നമ്മൾ സ്വരചിഹ്നങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലേ? സ്വരാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരം ഏതാ? ആ എന്ന അക്ഷരം. ആ എന്ന അക്ഷരത്തിന് ചിഹ്നമുണ്ടോ? ഇല്ല. ആ എന്ന അക്ഷരത്തിന് സ്വരവേ ഉള്ളൂ. ആ സ്വരം എല്ലാ വ്യഞ്ജനാക്ഷരങ്ങൾക്കും ഉണ്ട്. ചിഹ്നങ്ങൾ ആരംഭിക്കുന്ന ഏതക്ഷരം മുതലാണ്? ആ എന്ന അക്ഷരം മുതൽ അല്ലേ? അപ്പോൾ നമുക്ക് പഠിച്ച അത്രയും ചിഹ്നങ്ങൾ നമുക്കൊന്ന് പറയാം. നമ്മൾ ചിഹ്നങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞല്ലേ? ക എന്ന വ്യഞ്ജനാക്ഷരത്തിനാണ് ചിഹ്നങ്ങൾ ചേർത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വായിക്കാം. ക കാ കി കീ കു കൂ കൃ കെ കേ കൈ കോ കോ കൗ കം ക. ഓക്കെ, അപ്പോൾ നമ്മൾ ചിഹ്നങ്ങളെല്ലാം എഴുതാനും പഠിച്ചു, വായിക്കാനും പഠിച്ചു. അത് ചേർത്തുള്ള വാക്കുകൾ നമ്മൾ പറയാനും പഠിച്ചു. ശ്രദ്ധിച്ചേ, ഇവിടെ പ എന്ന അക്ഷരം തന്നിട്ടുണ്ട്, ത എന്ന അക്ഷരം തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ച ചിഹ്നങ്ങളെല്ലാം ചേർത്ത് അത് സ്ലേറ്റിൽ എഴുതണം. എന്നിട്ട് പല പ്രാവശ്യം നിങ്ങൾ പറഞ്ഞ് പഠിക്കണം. എത്ര പ്രാവശ്യം പറയുന്നോ അത്രമാത്രം നന്നായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. ചിഹ്നങ്ങൾ നന്നായിട്ട് പഠിക്കണമെങ്കിൽ പല പ്രാവശ്യം ചിഹ്നങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് പല പ്രാവശ്യം പറഞ്ഞ് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിച്ചേ, ഇന്ന് നമ്മൾ പഠിച്ചത് ഏതൊക്കെ സ്വരാക്ഷര ചിഹ്നങ്ങളാണ്? ആ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നത്തിൻ്റെ പേരെന്താ? അനുസ്വാരം. ആ എന്ന സ്വരാക്ഷരത്തിൻ്റെ പേരെന്താ? വിസർഗം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.